വി റസല് ഡിവൈഎഫ്ഐയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അന്ന് ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അക്കാലത്താണ് റസലുമായി വളരെ അടുത്ത ബന്ധം പുലർത്താൻ കഴിഞ്ഞത്. മിക്കവാറും കോട്ടയം ജില്ലയിലോ പത്തനംതിട്ട ജില്ലയിലോ ഇടുക്കി ജില്ലയിലോ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഞാൻ വന്നാൽ ഈ വീട്ടിലായിരുന്നു പലപ്പോഴും താമസിച്ചത്. അങ്ങനെയൊരു കുടുംബ ബന്ധം പോലെ മനസ്സിലെപ്പോഴും റസലിനെയും റസലിൻ്റെ വീട്ടിലുള്ള ആളുകളുടെയും ഓർമ്മയാണ് തങ്ങി നിൽക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിരുന്നു ജില്ലാ സമ്മേളനത്തിന് ശേഷം. ആ സമയത്ത് എന്നോട് പറഞ്ഞത് വളരെയേറെ വ്യത്യാസമുണ്ട്, സർജറിക്ക് ശേഷം നല്ല മാറ്റം വന്നിട്ടുണ്ട്, സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് കാണാൻ കഴിയും എന്നായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു സ്ഥിതി, അദ്ദേഹത്തിൻ്റെ വേർപാട് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. SFIയിലൂടെയും DYFIയിലൂടെയും വളർന്നു വന്ന ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം. തീർച്ചയായും റസലിൻ്റെ ഓർമ്മ നമുക്കെല്ലാം കരുത്ത് പകരും. മാത്രമല്ല, എല്ലാവരുമായും റസലിൻ്റെ സൗഹൃദ ബന്ധം അത് പ്രധാനമായിരുന്നു. റസൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നല്ല രാഷ്ട്രീയ ധാരണ മനസ്സിലുണ്ടായിരുന്നു എന്നതോടൊപ്പം മണ്ഡലത്തെ പറ്റിയിട്ട് വ്യക്തമായ ചിത്രം അദ്ദേഹത്തിനുണ്ടായി. കാരണം സ്ഥാനാർത്ഥി എന്ന നിലയിൽ വേണ്ട ഒരു കാര്യമായിരുന്നു മണ്ഡലത്തിലുള്ള ജനങ്ങളുമായുള്ള ബന്ധം. അത് റസൽ ചങ്ങനാശ്ശേരിയിലെ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴും DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴും നേടിയെടുത്ത ഒരു അനുഭവ സമ്പത്ത് തന്നെയാണ്. തീർച്ചയായും റസലിൻ്റെ വേർപാട് അങ്ങേയറ്റം ദുഃഖകരമാണ്. സഖാവിൻ്റെ വേർപാടിൽ ദുഃഖമനുഭവിക്കുന്ന കുടുംബത്തോടൊപ്പം ഞാനും പങ്കുചേരുന്നു, അനുശോചനം രേഖപ്പെടുത്തുന്നു.